എന്ന് പറഞ്ഞാലും ഈ മലയാളം പറഞ്ഞാൽ തിരിയപ്പോൾ 10-20ഓളം PM ഇങ്ങോട്ട് നിറഞ്ഞു കിടക്കുകയാണ്. നമ്മളിപ്പോ അതൊരു ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് പല ചോദ്യങ്ങൾ ഇപ്പൊ ഇത് സംബന്ധമായി കേൾക്കാണ്ടോ. ഞാൻ ഏതായാലും ഒരേ ചോദ്യങ്ങൾ ഇപ്പൊ അതപ്പോ ഒരാള് ചോദ്യം അയച്ചിക്കാണ്. 625 കുടുംബങ്ങൾ താമസിക്കുന്നു. ഇത് തുടങ്ങിയിട്ടൊരു വർഷമേ ആയിട്ടുള്ളൂ. ഇതിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിൽ കഴിഞ്ഞ മാസം ജുമുഅ തുടങ്ങി. നാട്ടുകാരും ഇവിടെ താമസിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അത്യാവശ്യമുള്ളവർക്ക് എന്തെങ്കിലും അയച്ചോണ്ടാ ചെയ്ത് അപ്പൊ PM അയക്കാൻ ഞാൻ അവസാനിപ്പിക്കാണ്. 11:40 ആയിട്ടുണ്ട്. എല്ലാതും പാടപ്പെന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ ഇതിന്റെ ബാക്കി. അപ്പോ ഒരൊറ്റ രാജ്യക്കാരും ഇല്ല. വിദേശികളായ 600 ആൾക്കാർ അല്ലെങ്കിൽ 50 ആൾക്കാരെ കൊണ്ടൊക്കെ ജുമുഅ സ്ഥാപിച്ചാൽ നമുക്ക് ആ ജുമുഅയിൽ പങ്കെടുക്കുക വേണ്ടത്. ആ ജുമുഅയിൽ പങ്കെടുത്തിട്ട് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്നെ നമ്മൾ ളുഹ്ർ മടക്കി നിസ്കരിക്കുക വേണ്ടത്. അതെല്ലാം നിർബന്ധമായും ളുഹ്ർ നിസ്കരിക്കുക വേണ്ടത്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട തന്നെയാണ്. ഇല്ല ഞാൻ ആരും ചോദ്യം ചോദിക്കാൻ ആരും വേണ്ട. കാരണം 11:40 ആയിട്ടുണ്ട്. കാരണം ജുമുഅന് 12:20 വരെ വാങ്ങുവെക്കും. ഏതായിരുന്നാലും നമ്മൾ തുടങ്ങാനല്ലോ. നമ്മൾ ഒരു സംശയം തീർക്കാൻ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് കേൾക്കി. അപ്പൊ നിങ്ങൾ ഇനി വിദേശികളെ കൊണ്ട് ജുമുഅ തുടങ്ങാൻ പറ്റുമോ? അതേമാതിരി വിദേശികളിൽ നാട്ടുകാരില്ലാത്ത ജുമുഅയിൽ നമ്മൾ പിന്നെ ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ട, ജുമുഅയിൽ പങ്കെടുക്കാൻ വേണ്ട, എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാം. കാര്യപ്പെട്ട ഉസ്താദുമാരോടൊക്കെ ചർച്ച ചെയ്ത്. കാരണം നമ്മുടെ KMIC ശ്രോതാക്കൾ കൂടുതലും ഗൾഫുകാരാ, നാട്ടുകാരല്ലല്ലോ, കേരളക്കാരല്ല നമ്മുടെ KMIC ശ്രോതാക്കള്. നമ്മൾ ഇത്രയും കാലം ഒരു ക്ലാസ് റൂം തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ മസ്അലയുടെ വശങ്ങള് നമുക്ക് അൽഹംദുലില്ലാഹ് എല്ലാം ചോദിക്കാനും പഠിക്കാനും പറ്റാവുന്ന നല്ലൊരു നേതൃത്വം നമുക്കില്ലേ. എന്തിനപ്പം നമ്മൾ ആ വിഷയത്തിൽ പിന്നെ ചില ആൾക്കാരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 2 ദിവസം കയ്യത്തേന്ന് പറയും. അതെന്തിനാണെന്നറിയോ? ചിലപ്പോൾ നമ്മൾ കിതാബൊന്നും നോക്കിയാൽ ചിലപ്പോൾ നമുക്കത് വേണ്ടതുപോലെ അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിന്റെ മസ്അല എന്ന് ചില മസ്അലകളൊന്നും നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ നമ്മളൊരു സംശയം വെച്ചിട്ട് അത് പറയണ്ട. അപ്പൊ നമുക്ക് പൊന്മൽ ഉസ്താദിനെ ഒന്ന് കണ്ട് അല്ലെങ്കിൽ സുലൈമാ ഉസ്താദിനെ ഒന്ന് കണ്ട് ചർച്ച ചെയ്തതിന്റെ ശേഷം പറയാം. നമ്മളൊരു ഓൺലൈനിലാണല്ലോ വിഷയങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ 2 ദിവസം വൈകിയാലും നമുക്ക് പഠിക്കാൻ അവസരമുണ്ട് എന്നേപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതപ്പോ എല്ലാ വിഷയവും നോക്കി തഹ്കീക്കാക്കി തല മുതൽ അവസാനം വരെ കലക്കി കുറിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ മൈക്കെടുക്കണ്. അതിങ്ങനെ എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഈ മൈക്കെടുക്കണ് നിങ്ങൾക്ക് മസ്അല പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് മസ്അല പഠിക്കാനാണ്. കാരണം നിങ്ങൾ ഓരോരുത്തർ ചോദിക്കുമ്പോ അപ്പൊ പിന്നെ അങ്ങനെ കിതാബ് വെക്കും. അപ്പൊ ഇന്നലെ ഒരു സുഹൃത്ത് ചോദിച്ചു, നല്ലൊരു ചോദ്യ ഉസ്താദെ. അത് ഏതായാലും ആ സുഹൃത്തുണ്ട്, ഞാൻ ഇപ്പൊ ഇഷ്കാലാക്കുന്നില്ല. ഇഷ്കാലാക്കിയപ്പോ അങ്ങനെ ആകെ ഇഷ്കാലാകും. അതിന് മറുപടി കിട്ടിയതിന്റെ ശേഷം പറയാം. ചിലപ്പം ഗൾഫിലൊക്കെ ചില കാര്യങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുമ്പോ നമ്മുടെ കേരളത്തിൽ 10 സെന്റിൽ താമസിക്കുന്നത് പോലെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ചില വിഷയങ്ങൾക്ക് സൗകര്യം കിട്ടൂല അല്ലേ? ചില വിഷയങ്ങൾക്ക് സൗകര്യം കിട്ടൂല. നമ്മളെ നാട്ടിൽ 5 സെന്റിൽ ഒരു പെര കയറ്റി താമസിക്കുന്ന സൗകര്യങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് കിട്ടുമോ? ചില ഫിഖിയായ മസ്അലൊക്കെ അവരെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ചില ഇഷ്കാലുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്കൊരു വ്യക്തമായ ഉത്തരം കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് നിങ്ങളിലേക്ക് ഞാൻ ഇട്ടുതരും. പിന്നെ നമ്മൾ ഇഷ്കാലാക്കിയിട്ട് ഇങ്ങനെ കണ്ണിലുറക്കം കിട്ടാത്തൊരവസ്ഥ വരുത്തണ്ട. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനും കേൾക്കാനൊക്കെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരു സുഹൃത്ത് ഒരു സുജൂദ് സംബന്ധമായൊരു മസ്അല ചോദിച്ചിട്ടുണ്ട്. ഒരൊറ്റ വാക്കിൽ അത് 13 ദിവസമായി ആ PM ഇങ്ങനെ അയക്കണ്. പക്ഷെ ഓരോ വിഷയം കാരണം ഞാനത് മറന്നുപോകും. അപ്പൊ ഏതായാലും ഒരാള് സുജൂദിലേക്ക് പോയിട്ട് പെട്ടെന്ന് എന്തോ ഉറുമ്പരിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ ഒരു കരിക്കുന്നത് വരുന്നത് കണ്ടപ്പോ പെട്ടെന്ന് തലണ്ട് പൊന്തിച്ച്. കരിക്കുന്നത് വരുന്നത് കണ്ടപ്പോ ഓനക്ക് ഉറപ്പായി ഇവിടെ തല പൊന്തിച്ചില്ലെങ്കിൽ മൂക്കുകൂടി കരിക്കുന്നം കേരുന്ന്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? മൂക്കുകൂടെ കരിക്കുന്നം കേരും. കാരണം സുജൂദ് ചെയ്യുമ്പോ മൂക്കിന്റെ പാലം നിലത്ത് വെക്കണം. പക്ഷെ നമ്മളെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ ഒന്നും കരിക്കുന്നം കേരൂല. കാരണം നമ്മളാരും മൂക്കിന്റെ പാലം നിലത്ത് വെക്കുന്നില്ല. സുജൂദ് ചെയ്യുമ്പോ 7 അവയവങ്ങൾ നിലത്ത് വെക്കൽ നിർബന്ധം. മൂക്കിന്റെ പാലം വെക്കല് സുന്നത്താണ്. അപ്പൊ മൂക്ക് സുജൂദിൽ ഈ നിലത്തിനോട് അമർന്നിരിക്കണം. അപ്പൊ അമർന്നിരിക്കുമ്പോ പിന്നെ കരിക്കുന്നതിന് രതിക്കാണ്ട് മൂക്ക് കൂടെ കയറാൻ രതിക്കാണ്ട് കയറി ഇറങ്ങാൻ സുഖാണ്. അപ്പൊ എന്ത് ചെയ്തു? ഈ കരിക്കുന്നം വരുന്നത് കണ്ടപ്പോ അല്ലെങ്കിൽ ഒരു ഉറുമ്പ് വെട്ടം നിങ്ങൾ ധരിക്കുന്നത് കണ്ടപ്പോ തല പൊന്തിച്ചു. എങ്കിൽ ആ സുജൂദിലേക്ക് അവൻ വീണ്ടും മടങ്ങണം. കാരണം എന്താ? സുജൂദിൽ നിന്നും റുക്കൂയിൽ നിന്നും ഉയരുമ്പോ സുജൂദിൽ നിന്നും ഉയരുന്നൂന്ന് കരുതൽ നിർബന്ധമില്ല.
റുക്കൂഇൽ നിന്ന് ഉയരുന്നൂന്ന് കരുതൽ നിർബന്ധമില്ല. പക്ഷെ അല്ലാത്തതിനെ കരുതാതിരിക്കൽ നിർബന്ധ. അല്ലാത്തതിനെ കരുതാതിരിക്കൽ നിർബന്ധ. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? റുക്കൂഇൽ തന്നെ ഇങ്ങനെ ഫാത്തിഹ ഓതുക. പെട്ടെന്ന് ഓന് എന്തോ ഊര കൊളത്തിച്ച് അല്ലെങ്കിൽ ഒരു തണ്ടലിങ്ങനെ മിഞ്ഞപ്പോ അത് ഒരു റുക്കൂലിക്കത് പോയി. അത് റുക്കൂലിക്കായ മാതിരി ആയി. അപ്പോൾ അത് പിന്നെ റുക്കൂ ആക്കി മാറ്റുക, അത് പറ്റൂല. അപ്പൊ എന്തെങ്കിലും യാദർശികമായി പെട്ടെന്ന് എന്തെങ്കിലും വസ്തുക്കളെ കണ്ട് തല പൊന്തിച്ചാൽ അവരെന്ത് വേണം? സുജൂദിലേക്ക് തന്നെ മടങ്ങിയിട്ട് വീണ്ടും സുജൂദിൽ നിന്ന് ഉയരണം. ഒന്ന്, അതാണ് ആ സുഹൃത്തിന്റെ ഒരു ചോദ്യം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തത് എന്ത് ചെയ്തു? സുജൂദിൽ നമ്മൾ ഫസ്റ്റിൽ കൈ വെച്ചു, രണ്ട് കൈയും വെച്ചു. പിന്നെ നമ്മൾ എന്തോ എവിടെ ഒന്ന് ചൊരിഞ്ഞപ്പോ ഒരു കൈ പൊന്തിച്ചു. ഒരു കൈ പൊന്തിച്ചിട്ട് പിന്നെ ഒരു കൈ വെച്ചിട്ട് രണ്ട് കൈയോ രതിക്ക് വെച്ചിക്കണ് സുജൂദില്. പക്ഷെ പിന്നെ ഓന് തലമ്മ എന്തോ ഒരു ഭയങ്കര ചൊരിന മാതിരി എന്തോ വന്നിരുന്ന മാതിരി. അപ്പൊ ഓന് അതിനൊന്ന് ശരിയാക്കാൻ വേണ്ടി മെല്ലെ ഒരു കൈ പൊന്തിച്ചു. അപ്പം സുജൂദിൽ ഒരു കൈ മാത്രമാണ് സുജൂദിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ സുജൂദ് സഹിയാകും. സഹിയാകും. കാരണം നിർബന്ധമായി വെക്കേണ്ട രൂപത്തിൽ രണ്ട് കൈയും ഒരിക്കൽ വെച്ചിക്കണ്. ഇനി ഒരു കൈ പൊന്തിച്ചു. അല്ലെങ്കിൽ എന്തായിരുന്നു? ഇങ്ങനത്തെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ, ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരു കൈ ആദ്യം വെച്ചു, എന്നിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് പിറ്റത്തെ കൈ വെച്ച്. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയൊക്കെ യാദർശികമായി ചിലപ്പം എന്താക്കാം, സംഭവിക്കാം. ഇനി ഉദാഹരണം പറയാൻ, നമ്മുടെ കീശയിൽ കുറെ പൈസ ഉണ്ട്, പോക്കറ്റിന് കുതുക്കിടാൻ മറന്നു. നമ്മൾ രതിക്ക് സുജൂദിക്കാണ്ട് പോയി. ഇനി അപ്പോഴാണ് ഈ പോക്കറ്റിന് ഈ നോട്ടും കെട്ടി റിയാലാണ്, 100 50 റിയാല് കീസേന്ന് നിലത്തേക്ക് വീകാൻ പോവുകയാണ്. നിലത്തേക്ക് അത് വീണിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ ഫാൻ തിരിയാണ്. നല്ല സ്പീഡിൽ ഫാൻ തിരിയാണ്. അപ്പൊ അത് കാറ്റടിച്ചിട്ട് അങ്ങനെ അത് പാറിപ്പോകും. അപ്പൊ ഓൻ എന്ത് ചെയ്തു? സുജൂദിൽ രണ്ട് കൈയും വെച്ചതിന് ശേഷം ആ കാശ് കീശേന്ന് പാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു കൈ എടുത്ത് മെല്ലെ ഓൻ കീശമ്മക്കാണ്ട് വെച്ചു. ഇങ്ങനെയൊക്കെ ആവുമല്ലോ, ഇങ്ങനത്തെ അവസരങ്ങൾ വരാം. അപ്പൊ രണ്ട് കൈയും സുജൂദിൽ വെച്ചു, കുറച്ച് കഴിഞ്ഞിട്ടൊരു കൈ പൊന്തിച്ചു. അതുകൊണ്ടൊന്നും നിസ്കാരം സുജൂദ് സഹിയാവാതിരിക്കില്ല. അങ്ങനത്തെ നിർബന്ധിത സാഹചര്യത്തിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞ് ഉസ്താദ് പിന്നീട് പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ജുമയുമായി ബന്ധപ്പെട്ട 40 ആൾക്കാർ കഴിയാത്ത വിദേശികൾ മാത്രം നിലനിൽക്കുന്ന, ഇനി 2 ആളെ കൊണ്ട് ജുമുഅ, 4 ആളെ കൊണ്ട് ജുമുഅ, 16 ആളെ കൊണ്ട് ജുമുഅ, 25 ആളെ കൊണ്ട് ജുമുഅ, അങ്ങനത്തെ ജുമുഅൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ളുഹ്റ് മടക്കി നിസ്കരിക്കണോ അതല്ല സൂക്ഷ്മതയ്ക്ക് വേണ്ടി നിസ്കരിക്കണോ പോലത്തെ ചർച്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് കേൾക്കാനും പറയാനൊക്കെ അല്ലാഹ് തൗഫീക്ക് നൽകുമാറാവട്ടെ. ചോദ്യകർത്താക്കൾ ക്ഷമിക്കണം. ഓരോന്നും നമുക്ക് ആവശ്യമുള്ള തലാഖിന്റെ ഒക്കെ മസലുണ്ടല്ലോ, അതൊക്കെ എത്രയോ സാധാരണക്കാർക്ക് ചിലപ്പോൾ വെള്ളിയാഴ്ച ഉപകാരം ചെയ്യും. വെള്ളിയാഴ്ച ഇങ്ങനെ ജുമാൻസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭാര്യനോട് ചൂടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തോലൊക്കെ അത് കേൾക്കുമ്പോ ഏതായാലും ഞാൻ ചൂടാവുന്നില്ല, ഇനി എന്തെങ്കിലും 37 പറഞ്ഞ് നിന്റെ തൊള്ളേന് എന്തെങ്കിലും വന്നു പോയാല് വെറുതെ ഒരു കുടുംബ ബന്ധം തകരല്ലേന്ന് ഒരാള് നമ്മൾ ആ ഒരു ക്ലാസ് കേട്ടിട്ട് ചിന്തിച്ചാല് നമുക്ക് എത്ര ബറക്കത്ത് നമ്മുടെ ഈ ക്ലാസ് റൂമിന് കിട്ടും. അപ്പൊ അതൊക്കെ ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് ഉണർത്തിയതാണ്. അതിലേക്കാർക്കെങ്കിലും വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. വെറുപ്പ് തോന്നാത്തവരോട് പ്രത്യേകം ദുആ ചെയ്യണമെന്നും ഞാൻ പറയുന്നു. ബാക്കി ഇതിന്റെ കാര്യങ്ങൾ ഈ ജുമയുമായി ഇനി ബന്ധപ്പെട്ട മസാലകൾ ഇൻഷാ അല്ലാഹ് മരിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കേൾക്കാം. നാളേക്കും ക്ലാസ് ഉണ്ടാവും, അത് വേറെ വിഷയങ്ങളായിരിക്കും എന്നും ഉണർത്തി ദുആ വസിയത്തോടെ അല്ലെങ്കിൽ മൈക്കയിലേക്ക് വരണം. ചോദ്യകർത്താക്കളാണെങ്കിൽ ഇപ്പോൾ ചോദ്യം സ്വീകരിക്കുന്നതല്ല. 11:45 ആയിട്ടുണ്ട്. ഇനി 35 മിനിറ്റ് കൂടിയ ജുമയ്ക്ക് ബാക്കിയുള്ളൂ. ദുആ വസിയത്തോടെ അസ്സലാം.